प्यारे बच्चों, आदाब दोस्तों, कैसे हैं? ठीक है ना? खैरियत है? बच्चों, ये तस्वीर देखिए, ये कौन है? हाँ, कौन है? पिछले क्लास में हमने रागेश और गरीब लड़का के बात बताया था। वो निर्मला टीचर के बात सुनकर ബാബു के दिल में एक ഖയാൽ हो गया. നിർമ്മല ടീച്ചർ ഈ പാവപ്പെട്ട കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ബാബുവിന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. क्या वो बच्चे से बात करना चाहिए, ആ കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന താല്പര്യമുണ്ടായി. और बाबू वो बच्चे के पास गया. ബാബു ആ കുട്ടിയുടെ അടുക്കലേക്ക് പോയി. और उनसे बातें करने लगा. അവനോട് സംസാരിക്കാൻ തുടങ്ങി. बच्चों, वो ബാബു का जिंदगी कैसा हुआ होगा? ബാബുവിന്റെ ജീവിതം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? वो गरीब लड़के के जिंदगी में क्या हुआ होगा? ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ओ गरीब लड़का यहाँ कैसे पहुंचा होगा? അവൻ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ നാട്ടിലെത്തിയത്? वो कुली का काम, കൂലിപ്പണി എടുക്കാനുള്ള വജ ക്യാ ഹുവാ ഹോഗ? അതിന്റെ കാരണം എന്തായിരിക്കും? നമുക്കറിയണം അല്ലേ? तो देखिए, हमारा ये सबक हम एक बार पढ़ेंगे. हमारा सबक का नाम है ज़लज़ला की याद में. ज़लज़ला എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം. ज़लज़ला की याद में, ഭൂമി കുലുക്കത്തിന്റെ ഓർമ്മയിൽ. ഒരു ഭൂമി കുലുക്കത്തിന്റെ ഓർമ്മയിൽ എന്നതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്, അല്ലെ? देखिए बच्चों, हमारा सबक पढ़ने के पहले एक ज़लज़ला की वीडियो हम देखे. നമ്മുടെ പാഠം പഠിക്കുന്നതിന് മുമ്പ്, വായിക്കുന്നതിന് മുമ്പ് ഒരു ഭൂമി കുലുക്കത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ? ठीक है, देखिए. बच्चों, ज़लज़ला की वीडियो देखा? तो देखिए वो क्या हालत है. ज़लज़ला बहुत मुश्किल है. ഭൂമി കുലുക്കണ്ടായാൽ എന്തൊരു പ്രയാസമാണല്ലേ? तो देखिए हमारा ये सबक पढ़े. देखो किताब में देखो. എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കണേ. എല്ലാവരും ബുക്ക് എടുക്കൂ. പുസ്തകം മുന്നിൽ വെച്ച് ആ പുസ്തകത്തിൽ ഈ പാഠഭാഗം ज़लज़ले की याद में എന്ന പാഠം എടുത്തു വെക്കുക. എന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും പുസ്തകത്തിലേക്ക് നോക്കുക. दोपहर को उस्ताद और बच्चे हाल में खाना खा रहे थे. ബാബുവിന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. ബാബു അവിടെ പോയിട്ടില്ല. ബാബു പോയാൽ എന്താണ് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിച്ചത്. ബാബുവിന് പോകണം. അതിനു മുമ്പ് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ദോപ്പഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, ദോപ്പഹർക്കോ ഉസ്താദ് അവർ ബച്ചെ, ഉച്ചക്ക് കുട്ടികളും അധ്യാപകനും ഹാൾമേ ഖാനാ ഖാ രഹേ ഥേ, ഹാളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ബാബു മസ്ദൂറോ കി തരഫ് ബാർ ബാർ ദേഖ് രഹാ ഥാ. ബാബു ഈ തൊഴിലാളികളുടെ അടുക്കിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിർ വോ ഉസ് ലഡ്കെ കെ പാസ് ഗയാ അവർ പൂച്ച. അവൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവൻ ആ കുട്ടിയുടെ അടുക്കൽ പോയി. എന്നിട്ട് അവനോട് ചോദിച്ചു, ഭായി
സഹോദര, തുമാരാ ക്യാ നാം ഹെ? നിന്റെ പേരെന്താണ്? और तुम कहाँ रहते हो? നീ എവിടെയാണ് താമസിക്കുന്നത്? ലഡ്ക ഖാമോഷ് കാം കർത്താ രഹാ. കുട്ടി ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മിണ്ടാതെ ജോലി ചെയ്തു. കുച്ച് തോ കഹോ ഭായി, എന്തെങ്കിലും ഒന്ന് പറയൂ സഹോദര. ഇത്തനി ചോട്ടി ഉമ്രമേ മസ്ദൂരി, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ കൂലിപ്പണി എടുക്കേണ്ടി വരികയോ? समीर अपनी दर्द भरी कहानी सुनाने लगा. സമീർ अपनी दर्द भरी कहानी सुनाने लगा. സമീർ തന്റെ ദുഃഖകരമായ വേദനാജനകമായ കഥ അവരോട് പങ്കുവച്ചു. ക്യാ കഹൂം ഭായി, ഞാൻ എന്ത് ചെയ്യാനാണ് കൂട്ടുകാരാ, സഹോദര. മേരി ഹാലത്ത് ഹി കുച്ച് ഓർ ഹെ, എന്റെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മറ്റൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഞാൻ നല്ല ഒരു സുഖകരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. മേ ലാത്തൂർ കാ രഹ്നെ വാലാ ഹൂം, ഞാൻ ലാത്തൂരിൽ ജനിച്ച ആളാണ്. മാം ബാപ്പ് കാ ഇക്ലൗത്ത ബേട്ടാ ഹൂം, ഉപ്പയുടെയും ഏക സന്തതിയാണ് ഞാൻ. തുമാരി തരഹ് മേം ഭി സ്കൂൾ മേം പഠിത്താ ഥാ, നിന്നെ പോലെ ഞാനും സ്കൂളിൽ പഠിച്ചിരുന്നു. അബ്ബു ഹമാശ കഹാ കർത്തേ ഥേ, ബാപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു, പഠായി മേ ധ്യാൻ രഖോ, പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ബഡേ ആദ്മി ബൻ ജാവോഗെ, നിനക്ക് വലിയ ആളായി മാറാൻ കഴിയും. മേരെ അബ്ബു ബഡേ അഫ്സർ ഥേ, എന്റെ ബാപ്പ വലിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, വലിയ ഓഫീസറായിരുന്നു. ഫിർ ക്യാ ഹുവാ സമീർ, പിന്നെ എന്താണ് സമീറെ ഉണ്ടായത്? തോ ഗരീബ് ലഡ്ക സമീർ ഹെ, പിന്നെ എന്താണ് സമീർ സംഭവിച്ചത്? ബാബുനെ പൂച്ച, ബാബു അവനോട് ചോദിച്ചു. ക്യാ കഹൂം ഭായി, ഞാൻ എന്ത് പറയാനാണ് കൂട്ടുകാരാ, സഹോദര. യേ മേരി തഖ്ദീർ ഹെ, ഇതെന്റെ വിധിയാണ്. യേ മേരി തഖ്ദീർ ഹെ, ഇതെന്റെ വിധിയാണ്. സമീർ കി ആംഖേം ഭറായി, സമീറിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സബർ കരോ, സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ, നീ ക്ഷമിക്കൂ സമീർ, എല്ലാം ശരിയാവും. ബാബുനെ തസല്ലി ദി, ബാബു അവന് സമാശ്വസിപ്പിച്ചു. ഏക് രാത് കി ബാത് ഹെ, मैं ഗഹരി നീന്ത് മേ ഥാ. നമ്മുടെ സമീർ അവന്റെ ഏറ്റവും ദുഃഖകരമായ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഏക് രാത് കി ബാത് ഹെ, ഒരു രാത്രി ദിവസം. मैं ഗഹരി നീന്ത് മേ ഥാ, ഞാൻ അഗാധമായ ഉറക്കത്തിലായിരുന്നു. ഡറൗനി ആവാസ് മുझे ജഗായ, വലിയ ഒരു ഡറൗനി എന്ന് പറഞ്ഞ പേടിപ്പിക്കുന്ന ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. ഒരു ഘോരമായ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ക്യാ ദേഖ്താ ഹൂം, എന്താ ഞാൻ ഈ കാണുന്നത്? ഘർ കി ജഗ പത്തറോ കാ ഠേർ ഹേ, വീട് നിന്ന സ്ഥലത്തതാ കുറെ വലിയ മണ്ണിന്റെ കല്ലിന്റെ കൂമ്പാരം. ഠേർ എന്ന് പറഞ്ഞാൽ പത്തർ എന്ന് പറഞ്ഞ കല്ല്, ഠേർ എന്ന് പറഞ്ഞ കൂമ്പാരം. കല്ലിന്റെ കൂമ്പാരമാണ് വീട് നിന്ന സ്ഥലത്ത് ഞാൻ കാണുന്നത്. മേരി പ്യാരി മാം ഗിരി ഹുയി ദീവാർ കെ നീച്ചെ ബേഹോഷ് പടി ഹെ. മേരി പ്യാരി മാം, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഗിരി ഹുയി ദീവാർ കെ നീച്ചെ, ആ മറിഞ്ഞു വീണ ചുമരിന്റെ അടിയിൽപ്പെട്ട് ബേഹോഷ് പടി ഹെ, ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവർ അബ്ബു, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ജഹ്മി ഹോക്കർ, ജഹ്മി പറഞ്ഞ മുറിവ്, അവിടെയും ഇവിടെയൊക്കെ മുറിവ് പറ്റിയിട്ട് തടപ്പ് രഹേ, ഇങ്ങനെ പെടച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുദാ ജാനേ, ദൈവമേ, മേ കൈസെ ബച്ച് ഗയ, ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? ജബ് ഹോഷ് മേ ആയാത്തോ, ഇത് അവന് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു. ജബ് ഹോഷ് മേ ആയാത്തോ, അവന് ബോധം തിരിച്ചു കിട്ടിയപ്പോ, എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മേ അസ്പതാൽ മേധ, ഞാൻ ആശുപത്രിയിലായിരുന്നു. बाद में मालूम हुआ कि रात को बड़ा जलजिला आया था.
പിന്നെയാണ് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ നിന്ന് ബോധമൊക്കെ തിരിച്ചു കിട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു വലിയ ഭൂകമ്പം കഴിഞ്ഞതാണ് സംഭവം എന്നത്. ഹസാറോം ലോക് മാരേ ഗയേ, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അവർ ലാഖോം ഭേഗർ ഹോഗിയെ, ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരായി മാറി. മേരി അമ്മി അവർ അബ്ബൂബി, എന്റെ ഉമ്മയും ഉപ്പയും. ഫിർ ക്യാ ഹുവാ സമീർ? ബാബു ചോദിക്കാണ്. പിന്നെ എന്താണ് സമീറ ഉണ്ടായത്? തും യഹാം കൈസെ? നീ ഇവിടെ എങ്ങനെ എത്തി? ഏക് മഹീനയ്ക്ക് ബാദ്, ഒരു മാസത്തിന് ശേഷം അസ്പതാൽ സെ നിക്കല, ആശുപത്രിയിൽ നിന്നും. കഹാൻ ജാവും, എവിടെ പോവാൻ? ക്യാ കരൂം, എന്ത് ചെയ്യാൻ? മേരെ സാമനെ കോയി രാസ്ത നഹി ഥാ, എന്റെ മുമ്പിൽ ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ലായിരുന്നു. ചൽത്തെ ചൽത്തെ, പോയി പോയി ആഹിർ ഏക് ഗാവ് മേ പഹുഞ്ച, അവസാനം ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഭൂഖാ പ്യാസ ഏക് പേട് കെ നീച്ചെ ബൈഠ, ദാഹം വിശപ്പും സഹിക്കവയ്യാതെ ഞാനൊരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. ഓ പേട് കെ നീച്ചെ ബൈഠ്കർ യേ സമീർ ക്യാ സോച്ച ഹോഗ. ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോ സമീർ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? ബാപ്പയും ഉമ്മയും മരിച്ചു, നാട് വിട്ടു പോകേണ്ടി വന്നു, വീട് തകർന്നു പോയി, നാട് ആകെ നശിച്ചുപോയി, ഒന്നുമില്ലാത്തവനായി ഇവന് സർവനാശം പേറിക്കൊണ്ട് ഇവനിങ്ങനെ രാജ്യം വിട്ട് ഒരു ഭാഗത്തേക്ക് പോകുമ്പോ അവന്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ ആ മരത്തിന്റെ ചുവട്ടിൽ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇത്തനയുമേ ഏക ആത്മീ മേരെ പാസ് ആയ, ഇതിനിടയിൽ ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്നു. वो मेरी बातें सुनकर मुझे अपने साथ लेकर घर ले गया. അയാൾ എന്റെ സംസാരങ്ങളൊക്കെ കേട്ട് എന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോ അയാൾ എന്നെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉൻക നാം സൽമാൻ ഥാ, ആ കൊണ്ടുപോയ മനുഷ്യന്റെ പേര് സൽമാൻ എന്നായിരുന്നു. ഉൻക കോയി ബച്ചാന ഥാ, അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉനോനെ മുझे अपना ബച്ച ബനായ, അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ മകനെ പോലെ കണക്കാക്കി, വളർത്തുപുത്രനായി എന്നെ കണക്കാക്കി. വോ ബുഢാപ്പേ മേ ഭി മസ്ദൂരി കർത്തേ, നല്ല പ്രായമായ ആളാണെങ്കിലും അയാൾ നന്നായി അധ്വാനിക്കുന്ന ആളായിരുന്നു. മേനെ സോച്ചാ കെ ഉൻകി മദത് കർണ മേരി ദിമ്മദാരി ഹെ, ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? അയാളെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണം. കാരണം അയാൾ എന്നെ പ്രയാസമുള്ള സന്ദർഭത്തിൽ എടുത്ത് ജീവിപ്പിച്ച ആളാണ്, വളർത്തിയ ആളാണ്, എന്നെ നോക്കിയ ആളാണ്, എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ വളർത്തിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കൽ എന്റെ ബാധ്യതയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സമീർ കി കഹാനി സുൻകർ ബാബു കി ആങ്കേം ഭറായി. സമീറിന്റെ കഥ കേട്ടപ്പോ ബാബുവിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ബച്ചോ ദേഖിയേ, ഹമാരെ കേരള വാലെ, हमारे आसपास के लोग बहुत सारे काम में मसरूफ है. ये സമീർ का अब्बा कौन है? നമ്മൾ കഥയിൽ വായിച്ച സമീറിന്റെ അബ്ബ എന്തായിരുന്നു? സമീർ का अब्बा बड़े अफसर थे. वो लातूर में रहने वाले थे. उसका अब्बा बड़े अफसर थे. ലാത്തൂരിലുള്ള ആളുകളായിരുന്നു. അവന്റെ ബാപ്പ വലിയ ഓഫീസറായിരുന്നു. हमारे आसपास, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കുറെ ആളുകൾ तरह तरह के पेशवरों में मसरूफ है. വ്യത്യസ്ത തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ളത്. बच्चों, वो पेशवरों का नाम आपको बता सकते हैं? നിങ്ങൾക്ക് ആ ജോലി പറയാൻ പറ്റുമോ? ഹാ ബോലിയേ, ആരൊക്കെ പറയുന്നുണ്ടല്ലോ, ബോലോ ബോലിയേ. ഹാ ठीक है, डॉक्टर, इंजीनियर ठीक है, पुलिस सही बात है, और हाँ उस्ताद अध्यापकन, दुकानदार कच्चवड़कारन ठीक है, सही है, और हाँ ऐसा बहुत ज्यादा पेशवरों में हमारे लोग मशहूल है. നമ്മുടെ ആളുകളൊക്കെ വ്യത്യസ്തമായി ഇതുപോലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഹം പേശവറോം കെ നാം പഠേ, കുറച്ച് ജോലികളുടെ പേര് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് പഠിച്ചാലോ? तो ये वीडियो देखिए.
പേഷ, പേഷവർ രണ്ട് വാക്കുകൾ ഇതിന് ഉച്ചരിക്കാറുണ്ട്. ഒക്യുപ്പേഷൻ തൊഴിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചൗക്കിദാർ കാവൽക്കാരൻ, മല്ലാഹ് തോണിക്കാരൻ, വക്കീൽ വക്കീൽ തന്നെ, സിലായി തുന്നൽക്കാരൻ, ഉസ്താദ് അധ്യാപകൻ, ഡാക്ടർ ഭിഷഗ്വരൻ അതായത് ഡോക്ടർ, മാലി തോട്ടക്കാരൻ, മച്ചീറ മുക്കുവൻ, സൗദാഗർ വ്യാപാരി, ദുക്കാൻദാർ പീഡികക്കാരൻ, പൻസാരി പലചരക്ക് വ്യാപാരി, പഹരേദാർ കാവൽക്കാരൻ, ദർസി തയ്യൽക്കാരൻ, കസായി കശാപ്പുകാരൻ അതായത് പോത്തിനെ കറക്കുന്ന ആളുകൾ, കിസാൻ കർഷകൻ, ജുലാഹ നെയ്ത്തുകാരൻ, ജൗഹരി രത്നവ്യാപാരി, ചർവാഹ ആട്ടിടയൻ, കുംഹാർ കുശവൻ അതായത് കലമുണ്ടാക്കുന്ന ആൾ, ലോഹാർ കൊല്ലൻ ഇരുമ്പ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾ, സുനാർ തട്ടാൻ സ്വർണ്ണപ്പണിക്കാരൻ, ബഡഹി ആശാരി, ചുമാർ ചെരുപ്പുകുത്തി, ധോപ്പി അലക്കുകാരൻ. बच्चों, मैं आपके सामने चंद സവാലാത്ത് പൂछूंगा. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകും. നമ്മുടെ ഈ പാഠഭാഗ വായനയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു വർക്കാണ്. രണ്ട് പ്രവർത്തനമാണ്. ഒന്ന്, പാഠഭാഗം നന്നായി വായിക്കാൻ പഠിക്കുക. രണ്ടാമത്തേത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കൃത്യമായി എഴുതുക. ബാബുവിനെ ലഡ്കെ സെ ക്യാ പൂച്ച. ബാബു ആ പയ്യനോട്, ആ ലഡ്കയോട് എന്താണ് ചോദിച്ചത്? അത് നമ്മളെ പാഠഭാഗത്തുണ്ട്. സമീർ കെ ഘർ കി ഹാലത് ക്യാ ഹെ. സമീറിന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? സമീർ കി ആംഖേं ക്യോं ഭർ ആയി. സമീറിന്റെ കണ്ണുകൾ നിറയാനുള്ള കാരണം എന്താണ്? സമീർ കൈസെ അസ്പതാൽ പഹുഞ്ച. സമീർ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചേർന്നത്? രാത് കോ സൽസല की वजह से क्या क्या हुआ. രാത്രി സൽസല की वजह से ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? അത് നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്. एक महीने के बाद സമീർ अस्पताल से निकला, फिर क्या हुआ. ഒരു മാസത്തിന് ശേഷം സമീർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പിന്നീട് എന്താണ് സംഭവിച്ചത്? സൽമാൻ ने സമീർ की कैसे मदद की. സൽമാൻ സമീറിനെ എങ്ങനെയാണ് സഹായിച്ചത്? ये सवालात के जवाब लिखिए, നോട്ട്ബുക്ക് में लिखिए और हमारा ക്ലാസ് ഗ്രൂപ്പ് में भेजिए. ഈ ക്ലാസിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. आज का क्लास यहाँ खत्म करता हूँ. होमवर्क घरेलू काम सही तरह आज ही करना चाहिए. നമ്മുടെ ഹോംവർക്കുകളൊക്കെ ഇന്ന് തന്നെ ചെയ്യുക. आज का क्लास यहाँ खत्म करता हूँ. खुदा हाफिज. शुक्रिया.